നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ ഇട്ടിരുന്നത് ലോക ചരിത്രത്തിലുള്ള പ്രധാന വിപ്ലവങ്ങളും പ്രധാന സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നു മുതൽ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കേൾക്കുക. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ MSU ടോക്സിൻ്റെ ചാനൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പോസ്റ്ററിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് അതിലേക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം നോക്കിയേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഒരു ചെറുത്തുനിൽപ്പ് സമരം അല്ലെങ്കിൽ ഒരു ലഹള, എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരു ലഹള അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ, വിപ്ലവം എന്നൊക്കെ പറയാം. ഇത് നടക്കുന്നത് 1857 എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ, 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനിയിൽ സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാർ, ഇങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ ഭടന്മാർ തുടങ്ങിവെക്കുകയും അന്നത്തെ മുഗൾ രാജവംശം എന്താക്കി, ബഹദൂർ ഷാ പോലുള്ളവരുടെ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തരമധ്യ ആകെ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ ഒരു വിപ്ലവമാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയാം. അഥവാ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ തുടങ്ങി വെച്ച സമരം. ഇത് അവസാനിപ്പിക്കുന്ന ആരാണ്? മുഗൾ രാജവംശം. അപ്പോൾ എന്താണ് ഈ ഒരു സമരത്തിലേക്ക് ശിപ്പായിമാരെ നയിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ നയിക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഈ സമരം നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. ഈ ആദ്യ പകുതിയിൽ എന്ന് പറയുമ്പോൾ ഇതിൽ അവരുടെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ മനോഭാവം എന്താക്കുകയാണ്, മാറുകയാണ്. അവരുടെ അന്നേവരുണ്ടായിരുന്ന ഇന്ത്യക്കാരുണ്ടായിരുന്ന മനോഭാവമായിരുന്നില്ല ആ സമയത്തുണ്ടായിരുന്നത്. ആ ഒരു മനോഭാവം മാറിയതോടുകൂടെയാണ് ഈ ലഹളയുടെ പ്രധാന കാരണത്തിലേക്ക് നയിക്കുന്നത്. ആദ്യകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ രീതികളെ അനുസരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യൻ രീതി എങ്ങനെയാണോ അതുപോലെ അനുസരിച്ച് ഇന്ത്യൻ സംസ്കാരത്തെ നല്ലവണ്ണം ബഹുമാനിച്ച്, ഇന്ത്യൻ ആചാരങ്ങളെ ബഹുമാനിച്ച്, ഇന്ത്യൻ വേഷവിധാനങ്ങളെ ബഹുമാനിച്ച്, അതിനൊരു കോട്ടവും തട്ടാത്ത രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. നമുക്കറിയാം, 2 നൂറ്റാണ്ടോളം എന്താക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ധാരാളം യൂറോപ്യൻ കൺട്രികളും ഇന്ത്യയിൽ വന്ന് ഭരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ അവർ പോവുകയും പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ ഭരണം നടത്തുകയും ചെയ്തു. ഇവരൊക്കെ വന്നത് കച്ചവടത്തിന് വേണ്ടിയാണെങ്കിലും പിന്നീട് ഇന്ത്യ കൈയടക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നതെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഡൽഹിയിൽ ആദ്യ റെസിഡൻ്റ് ആയിരുന്ന ഡേവിഡ് ഒക്ടർ, ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ, അക്കാലഘട്ടത്തിൽ ഡേവിഡ് ഒക്ടർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ മുഴുവനും ഇന്ത്യൻ രീതികളായിട്ടായിരുന്നു ജീവിതം. മാത്രമല്ല, ഇന്ത്യൻ വേഷത്തിലടക്കം ഇന്ത്യൻ രീതിയെ എന്താ പറയുക, തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ഡേവിഡ് ഒക്ടർ എന്ന് പറയുന്നത്. വേഷവിധാനമാവട്ടെ അതൊരു ഇന്ത്യൻ രീതിയിൽ വേഷത്തിലായിരുന്നു വന്നത്. മാത്രവുമല്ല, അവിടെ എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു ഭരണം തന്നെ ആര് കാഴ്ചവെച്ചിട്ടുണ്ട്? ഡേവിഡ് ഒക്ടർ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവിടേക്ക് വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരൊക്കെ എന്താണ്, അവരുടെ മനോഭാവം മാറി. അവരുടെ ഇന്ത്യൻ രീതികളും വിശ്വാസങ്ങളും എന്താക്കി, അത് വെറും ഒരു പോയത്തമാണ്, അല്ലെങ്കിൽ അതൊരു കളവാണ് എന്നൊക്കെ വിശ്വസിച്ച് ആ ഒരു കാഴ്ചപ്പാടുള്ളവരായിട്ടാണ് ഈ ബ്രിട്ടീഷിലെ പിന്നീടുള്ള ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മൾക്കറിയാം, ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ 1600-1700 കാലഘട്ടങ്ങളിൽ ഫ്രഞ്ചുകാരുമായിട്ട് ബ്രിട്ടീഷുകാർ യുദ്ധം നടക്കുന്നുണ്ട്. അമേരിക്കൻ വിപ്ലവം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം നടന്ന് ആ ഫ്രഞ്ചുകാരിൽ നമുക്കറിയാം
കോളനി ഭരണമായിരുന്നു അമേരിക്കയിൽ. ഈ കോളനി ഭരണത്തിൻ്റെ സമയത്തായിരുന്നു ഫ്രഞ്ചുകാരുമായിട്ട് ഇംഗ്ലണ്ട് യുദ്ധം നടക്കുന്നത്. ഈ ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ ആര് വിജയിക്കുകയാണ്? ബ്രിട്ടീഷുകാർ വിജയിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ആ ഭരണത്തെ എതിർത്ത തങ്ങളുടെ എതിരാളികളെയും ആര് വിജയിച്ചു? ബ്രിട്ടീഷുകാർ വിജയിച്ചു. ഇതോടുകൂടെ ബ്രിട്ടീഷിൻ്റെ സൈന്യത്തിന് എന്താക്കി? ശക്തി കൂടുകയും അതുപോലെ അവർക്ക് അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്തു. മാത്രവുമല്ല അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ട് വിപ്ലവത്തിൽ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ മനോഭാവം ഭയങ്കര മതപരമായിട്ട് നല്ല ഒരു ടച്ച് ഉണ്ടായിരുന്നു. അവർ മതം ഒരു വികാരമായിട്ടെടുത്ത ആളുകളായിരുന്നു. അതുകൊണ്ടുകൂടി തന്നെ ക്രിസ്തീയതയുടെ വളർച്ചയും അവരെന്താക്കി? മാറി ചിന്തിപ്പിച്ചു. ക്രിസ്തീയ മതം ലോകത്ത് വളരുന്നതും എന്താക്കി? അവരെ ഒന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിലെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യക്കാരെ പൗരാണിക വാദത്തിൻ്റെ അവകാശികളെന്ന് കണക്കാക്കി 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ എന്താക്കി? ബുദ്ധിശൂന്യരായ അപരിഷ്കൃതരാണെന്നും ദുർനടപ്പുകാരുമായിട്ടാണ് ഇന്ത്യൻ ജനങ്ങൾ ജീവിച്ചു പോകുന്നത് എന്നും എന്താക്കി? അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് വാദിച്ചു. അങ്ങനെ എന്താക്കി? അതിനൊക്കെ ഒരു മാറ്റം എന്ന വണ്ണം അവരെന്താക്കുകയാണ്? ഇവിടെ മതപരിവർത്തനം നടത്തുകയാണ്. ഇന്ത്യയിൽ ക്രിസ്തീയ മതത്തിലേക്ക് ആളുകളെ ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പരിവർത്തനം ലക്ഷ്യമിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു പ്രവർത്തനമായിരുന്നു മിഷനറി പ്രവർത്തനം. ഈ മിഷനറി പ്രവർത്തനത്തിൻ്റെ കീഴിൽ ധാരാളം ആളുകൾ എന്താക്കിയിട്ടുണ്ട്? ക്രിസ്തീയ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതുമാത്രമല്ല, ഈ ഒരു മിഷനറി പ്രവർത്തനം മാത്രമായിരുന്നില്ല അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. നമ്മൾ പറഞ്ഞു 1600 കാലഘട്ടത്തിൽ കടന്നു വന്നു. കച്ചവടത്തിന് വേണ്ടി കടന്നു വന്നവരാണ്. ഇവർ കടന്നു വന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷുകാരെന്താക്കുകയാണ്? അന്നത്തെ ബ്രിട്ടീഷ് പുരുഷന്മാർ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാരായ സ്ത്രീകൾ എന്താക്കുകയാണ്? വിവാഹം ചെയ്യുകയാണ്. ഇന്ത്യക്കാരായ സ്ത്രീകളെ വിവാഹം കഴിച്ചു. കാരണം നല്ല രീതിയിലാണല്ലോ, അപ്പം വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഭാര്യമാരെ സ്വീകരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഈ ഒരു സംഭവം ഏകദേശം 19-ാം നൂറ്റാണ്ടോട് അടുത്തപ്പോൾ ബ്രിട്ടീഷ് അവരുടെ രീതിയും അതിൻ്റെ തെളിവുകളും, അഥവാ ആ ഭാര്യമാരെ സ്വീകരിച്ചിരുന്ന രീതിയും അതിൻ്റെ ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവൊക്കെ എന്താക്കി? അതൊക്കെ അപ്രതീക്ഷിതമാക്കി, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഭാര്യമാരെന്താക്കുക? ഇത് ഉദ്യോഗസ്ഥരുടെ ഇന്ത്യൻ ഭാര്യമാരുടെ പേരുകൾ ചേർത്തൽ അവസാനിപ്പിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഇന്ത്യൻ ഭാര്യമാരുടെ പേരുകൾ എവിടെ ചേർത്ത്? അവരുടെ ലിസ്റ്റിൽ ചേർത്തൽ എന്താക്കുകയാണ്? ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെപ്പോഴാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇവർ ഇത് ആരംഭിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർ അത് ആരംഭിച്ചിട്ടുണ്ട്. ചിന്തിക്കണം. അങ്ങനെ ഇതെന്താക്കുകയാണ്? ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ മതപരിവർത്തനം നടത്തണം, അവരുടെ അധികാരം ഇവിടെ ദൃഢപ്പെടുത്തണം. അങ്ങനെ മതപരിവർത്തനം നമ്മൾ പറഞ്ഞു മിഷണറി പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ആരംഭിച്ചെന്ന് പറഞ്ഞു. ഇത് കമ്പനി അവരുടെ അധികാരം എന്താക്കി? മതപ്രവർത്തനത്തിനായി ഉപയോഗിക്കണമെന്ന് ആരാവശ്യപ്പെടുകയാണ്? അന്നത്തെ ഡൽഹിയിലുണ്ടായിരുന്ന ജോൺ ജെന്നീസും കൊൽക്കത്തയിലെ എഡ്മണ്ടും എന്താക്കുകയാണ്? അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, നമ്മുടെ കമ്പനി എന്താക്കണം? അതിൻ്റെ അധികാരം മുഴുവനും മതപ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കണം. നമ്മൾ മതപരിവർത്തനം ധാരാളമായി ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞിട്ട് ജോൺ ജെന്നീസ് അഥവാ ഡൽഹിയിലെ ജോൺ ജെന്നീസും അതുപോലെ കൊൽക്കത്തയിലെ എഡ്മണ്ടും എന്താക്കുകയാണ്? ഈ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അന്നത്തെ കൊൽക്കത്തയിലെ ബിഷപ്പായിരുന്നു റെജിനോൾഡ് ഹേബർ. ഈ റെജിനോൾഡ് ഹേബറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവരും എന്താക്കുന്നത്? പിന്തുടരുന്നത്. പിന്നെ ഇതിലെ എല്ലാ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെന്താകണം? പങ്കാളികളാകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. മാത്രമല്ല അവരെല്ലാവരും പങ്കാളികളാവുകയും ചെയ്തു. അതുമാത്രമായിരുന്നില്ല, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ തടവിലുണ്ടായിരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഒരു മതപ്രഭാഷണം നടത്താം, ഒരു കുഴപ്പമില്ല. മിഷണറിയുടെ കീഴിലായിട്ട് എന്താക്കാണ്? സ്വാതന്ത്ര്യം നൽകുകയാണ്. മതപ്രഭാഷണം എന്തിലേക്ക്? ക്രിസ്തീയ മതത്തിലേക്ക് ചേർക്കാനുള്ള മതപ്രഭാഷണം നടത്തുന്നതിലൊരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ കടന്നു വന്നപ്പോഴാണ് ഇതൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചെറിയ രീതിയിൽ നയിച്ച ഒരു കാരണമായിരുന്നു. എങ്കിൽ ഇതിലേറ്റവും വലിയ രീതിയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികന്മാരായ ശിപ്പായിമാർ. ഈ ശിപ്പായിമാരുടെ സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ ലഹള എന്നെന്താക്കുന്നത്? അറിയപ്പെടുന്നത്.
ഈ ശിപ്പായിമാരുടെ അവരുടെ ആചാരങ്ങൾക്ക് എന്താ പറയുക എതിരെയുള്ള കാര്യങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറപ്പെടുവിച്ചതോടുകൂടിയാണ് ഇവരിവിടെ സമരം നടത്തുന്നത്, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ നടത്തിയിരുന്നത്, ലഹള നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലും കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കേൾക്കുക. ഇന്ന് കുറഞ്ഞ ക്ലാസ്സുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനാണ് നാളെ എടുക്കുക. നാളത്തോടു കൂടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള നമുക്ക് ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കണം. ചെറിയ സമരമായിരുന്നല്ലോ, 1857 മുതൽ 1857 തുടങ്ങി മെയ് 10 ആരംഭിച്ചു, 1858 എന്താക്കുകയാണ് ഇത് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾക്ക് കേട്ട് മുന്നോട്ട് പോവുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ MSU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ അറിയുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കുമാണ് നമ്മളുടെ ഈ ചാനലിനെ ഇവിടെ നിലനിർത്തുന്നത്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമസ്കാരം.